ഹായ് ഹലോ ഹായ് പറ. ഞങ്ങൾ രണ്ടാളും ഇന്ന് ഒരു വലിയൊരു തിരക്കിലായിപ്പോയി. എന്താ വെച്ചാല് അരുണ് ചെറിയൊരു വണ്ടി നോക്കുന്നുണ്ട്. അപ്പം ആ വണ്ടി ഒരു സ്ഥലത്തുണ്ട് എന്ന് കേട്ടപ്പം ഞങ്ങൾ പെട്ടെന്ന് ചടപടേ എന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷെ വണ്ടി അത്ര കൊള്ളില്ലല്ലേ. ഞങ്ങൾ പോയ അത്ര ഇതൊന്നും അവിടെ കണ്ടില്ല. വണ്ടി ഏതാണെന്നും കൂടി ഞാൻ പറയാം. ട്രാവലർ എടുക്കുന്നുണ്ട് കേട്ടോ ഓന്. പിന്നെ ചിലര് പറഞ്ഞതിൻ്റെ അതിൽ ഇതോ നോക്കി അവിടെ ഒരു വണ്ടി, അത് ഞങ്ങൾ പുതിയത് വാങ്ങിയതാണ്, ഡീറ്റെയിൽസ് വീഡിയോ പിന്നെ ഇടാ എന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ റോഡുമേക്കോട് പോകുന്ന ഏതെങ്കിലും ട്രാവലർ കാണിച്ചു തരേണ്ടി വരും. ഞങ്ങള് കൊറേ ഇവന്റെ പിറന്നാളിന് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വണ്ടി നമുക്ക് പറ്റിയ വണ്ടി എവിടെയും നമ്മുടെ ഒരു സ്വപ്നമുണ്ടല്ലോ, ആ ഒരു സ്വപ്നത്തിന് കിട്ടാൻ കുറച്ച് സമയം പിടിക്കല്ലോ. പിന്നെ ഞങ്ങള് അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞപ്പം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവൻ പറഞ്ഞത് നമുക്കൊരു വീഡിയോ ആക്കി എടുക്കാന്ന്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ആ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അങ്ങോട്ട് പോകുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആ വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അവർക്കൊരു പ്രൊമോഷൻ വീഡിയോ ആയി പോകുമല്ലോ. അപ്പം അങ്ങനെ ചുളുവിൽ പ്രൊമോഷൻ വീഡിയോ അടിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അത് കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് വെക്കാന്ന്. കാര്യം എന്താ വെച്ചാൽ ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, പിള്ളേർക്ക് പാർസലൊക്കെ മേടിച്ചു. പിള്ളേരെ കൊണ്ടുവന്നില്ല കേട്ടോ, അവർ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഉണ്ടാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്താക്കിയിട്ട് പോന്നു. ആകെ ടയേർഡാണ് ഗൈസ്. ഞാൻ ഇവനോട് കുറേ പറഞ്ഞു നാളെ പോവാം. പക്ഷെ അവന് അത് കേട്ടപാടുക്ക് ആയി പോണെന്ന് പറഞ്ഞ് കിടക്കപ്പായി. ഇപ്പൊ ആരാ ഉണ്ണിയപ്പം ചുട്ട്? അപ്പൊ ഞാൻ നാളെ പോവാന്ന് പറഞ്ഞിട്ട് അത് കേട്ടതേ ഇല്ല. ഉറങ്ങുന്ന ഉറക്കത്ത് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ എന്നെ വിളിച്ചോണ്ടിയ വണ്ടി ഉണ്ട്, വാ പോയി നോക്കാന്ന് പറഞ്ഞിട്ടാ. പക്ഷേ അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളടുത്ത് ആരുടെങ്കിലും ട്രാവലർ ഉണ്ടെങ്കിൽ, നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ട്രാവലർ ഞങ്ങൾ പുതുതായിട്ട് വാങ്ങാൻ പോകണം. ഒരാൾക്കിട്ട് ട്രോളാട്ടോ. ഒരാൾ ഭയങ്കര ഗമയില് മറ്റേ പെട്ടി ഓട്ടോറിക്ഷ കുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദോ ആ കാണുന്ന വണ്ടി കണ്ടോ, അത് ഞങ്ങൾ മേടിച്ചതാണ് ഗൈസ്, ഡീറ്റെയിൽസ് വീഡിയോ ഇടാന്ന് പറഞ്ഞു. പക്ഷെ ഡീറ്റെയിലും ഇല്ല, ഒരു DTDC ഇല്ല, അമ്മ അതിരുത്തതായിപ്പോയി. അപ്പം അത് പോണല്ല കേട്ടോ. ഞങ്ങൾ എടുത്താൻ പറഞ്ഞ 4 ബസ്സും 2 കാറും. അത് ഈ പോണ ബസ് കണ്ടോ ഗൈസ്, കണ്ടോ അതാ ബേക്ക് കാണുന്ന ആ തരുൺ എടുത്ത ബസ്സാണ് ഗൈസ്. പോരാത്തതിന് ഈ ലോറിയും തരുൺ എടുത്തതാ. അത് ഓന്റെ അച്ഛൻ ഇന്നാള് ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ് ഗൈസ്, KSRTC. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് നമ്മളൊക്കെ ശരിക്കും പൊട്ടന്മാരല്ലേ. ഓന് മറ്റേ ഏതോ ഒരു ഇത് കണ്ട് നമ്മള് എന്താ പറയാ, എന്താന്ന് പറയാ, ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ, മറ്റേ അവൻ ആരോ ഒന്ന് മുടി വെട്ടിന്ന് പറഞ്ഞിട്ട് ഓനും വെട്ടണം, അങ്ങനെ വെട്ടിയതാ. അപ്പോ എന്തായി നമ്മള് പറഞ്ഞ നമ്മള് ചിലര് ശരിക്കും പറയാ മന്ദബുദ്ധികള് എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാല് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ പറയാം നമ്മൾ പുതിയ വണ്ടി മേടിച്ചു എന്നാണ്. ആ മൊയ്തുണ്ണി പുതിയ വണ്ടി മേടിച്ചു എന്നപ്പോൾ ഇവനും ചോദിച്ചു സെക്കൻഡ് ഹാൻഡ് അല്ലേന്ന്. അപ്പോൾ ഏതായാലും തള്ളാനാണെങ്കിൽ ആർക്കും പറ്റും. എൻ്റെ പപ്പക്കുണ്ട് 2 KSRTC എന്ന് പറയാൻ സുഖം. പക്ഷെ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായി അത് കൊണ്ടുണ്ടെടുക്കുമ്പോഴുള്ളൊരു പവർ വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. എന്നാത്തിനാണ് കൊച്ചേ ഫോണിന്റെ ബൈക്ക് അപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒരു ലൈന് മൊത്തം നടുക്കൂടെ പോവാ. വണ്ടിക്കാരോടൊക്കെ തല്ലി. അതാ അവൻ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതാട്ടോ. ഓനോ മോയന്ത ഇനി അയിൽക്കും മോയന്താവല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഏകദേശം ഞങ്ങൾ വീട്ടിലെത്താറായി. ഇന്ന് എൻ്റെ 140 കിലോമീറ്റർ പോയിട്ട് വേണം ഗായ്സ് ഇപ്പോഴത്തെ വണ്ടി പോയി നോക്കിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ
സൈഡായി വെള്ളത്തിലായി. അപ്പോൾ പിന്നെ പോയി നോക്കുക എന്നുള്ള നമ്മളെ ഡീസൽ പെട്രോൾ അടിക്കുന്ന ഒരു പൈസ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ വണ്ടി കുഴപ്പമൊന്നുമില്ല കാണാൻ, പക്ഷെ കുറച്ച് മെയിൻ്റെനൻസ് പണി ഇഷ്ടം പോലെ, കുറച്ചല്ല നല്ലോണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ പോയി കുത്തിരിക്കുകയാണ്, അതിന്റെ അങ്ങനെ നല്ല ചില പണികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വണ്ടിന്റെ ABCD അറിയത്തില്ല. സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം എന്നറിയാം, ഗിയർ മാറ്റണം എന്നറിയാം. മറ്റേ പറയുമ്പോ ആക്സിലേറ്റർ അമർത്തി പിടിച്ചാല് വണ്ടി പോകുന്നു അറിയാം. ഇത്ര മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ അതിൽക്കപ്പുറം വണ്ടിയുടെ മെത്തേഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ കുറേയൊക്കെ പപ്പ പറഞ്ഞ് കേട്ട് കണ്ടു ഒക്കെ ശീലമുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഗൈസ്. അപ്പോ ഇത്ര മാത്രമേ ഏകദേശം വീട്ടിലെത്താറായി. ബൈക്ക് ഇതൊക്കെ ശരിക്കും കാണാൻ ബൈക്ക് പോകുന്നുണ്ട് എല്ലാരും. 4 ബൈക്ക് 4 സൈഡിൽ കൂടെ പോകുന്നു. അത് നമുക്ക് ഗതാഗത മന്ത്രിയെ വിളിച്ചിട്ട് ബൈക്കിന് മാത്രം ഒരു ലൈന് കൊടുക്കാൻ പറയാം. ബൈക്കിന് മാത്രം ലൈന് കൊടുക്കണം. ഇട്ട ലൈനിൽ കൂടി ഏതെങ്കിലും സൈഡിൽ കൂടി പോയാൽ പോരെ. ഇട്ട ലൈന് പിടിച്ചാൽ കിട്ടൂലെന്നാ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പോ ഇന്ന് വീഡിയോയുടെ അകത്തേക്ക് ഇത് കാരണം ഇപ്പൊ ലൈവിൽ വരുമോന്ന് ഇപ്പൊ രാത്രി അവിടെ എത്തി ലൈവിലൊന്നും വരില്ല ഗൈസ്, കാരണം നല്ല ടൈമാണ്. അപ്പൊ ഞാൻ ദിവസം കഴിയുന്നതിനനുസരിച്ച് തട്ടിച്ച് പോരുന്നു. ഏകദേശം ഒരു ഹാഫ് ആൻ അവറില് ഇവന് ആയതുകൊണ്ട് ഹാഫ് ആൻ അവറും വേണ്ട ഗൈസ്, 10 മിനിറ്റ്. ഇവന് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ എന്റെ പേര് കിട്ടുന്നില്ല. ഏതായാലും നമുക്ക് ബെൻസിന്റെ ഓടിനെയൊക്കെ പിടിക്കാം. അതൊക്കെ കിലോമീറ്ററിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത്ര കിലോമീറ്റർ എന്ന് പറയലുണ്ട്. എന്റെ വണ്ടി ഷിഫ്റ്റ് ആണോ അല്ലെ വേറെ ഏതെങ്കിലും ആണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിപ്പോയിക്ക്. നേരത്തെ ഒരു ഇന്നോവക്കാരനോട് മസിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു മസിൽ പിടിക്കല്ലേ, ആവുന്നവനോട് മസിൽ പിടിക്കും. പക്ഷെ മാക്സിമം പിടിച്ചു നിന്ന് അത് ഒരു എന്താ പറയാ, തോറ്റാലും കത്തി 5 കൊണ്ടിട്ടേ തോക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കും, നമ്മളെക്കാട്ടും വലിയവനാണ് ഞാൻ കളിക്കാൻ പോവില്ല, അത് പണി കിട്ടും. നമ്മളെക്കാട്ടും ലോ ലെവലുള്ളവന് നമ്മളോട് കളിക്കാൻ വന്നാല് ഞാന് ഒരു കൈ നോക്കും. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. റോഡ് പണിയൊക്കെ ആയിട്ട് റോഡ് പണിന്റെ ഒരു കാര്യം പറയണ്ട. ഇവിടെയും വരുന്നുണ്ട് ടോള്. അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ബൈ പറയട്ടെ. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് പറ്റിയാ ഞാൻ ലൈവ് ഇടും. ഇല്ലേ കിടന്നു ഉറക്കപ്പായി എണീറ്റ് പോയതാ. അത് നീ വാങ്ങിയ വണ്ടിയല്ലേ, വെറുതെ പറയടാ. ഹലോ, ഏത് വണ്ടിയാന്നും കൂടി. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ വണ്ടി ഞാനൊരു വണ്ടി വാങ്ങിയിട്ട് സത്യം പറയുന്നത് എന്താ, ഞാൻ വാങ്ങിയ വണ്ടി ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു കേട്ടോ. ചെറിയൊരു ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ അത്രയും ദൂരം ഓടിച്ചു കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട് ഞാൻ എന്താക്കി, നമ്മള് ഈ കൊറിയറൊക്കെ അയക്കൂലേ, DTDC വഴി അല്ലെങ്കിൽ പാർസൽ വിമാനത്തിലൊക്കെ ഇങ്ങനെ കെട്ടിട്ട് കൊണ്ടുവരുന്ന മാതിരി. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളെ മറ്റേ എന്താ മരിച്ചിരി പറഞ്ഞ മാതിരി അല്ല. ഈ ഇവർക്ക് വേറൊരു കാര്യം അറിയാത്തൊരു സംഭവമുണ്ട്. ഇപ്പം നമ്മളൊരു വണ്ടി നമ്മുടേതാണെന്ന് പറയുമ്പോൾ അത് നിസ്സാര സമയം കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഫോണിൽ അടിച്ചാൽ കാണാൻ പറ്റും RC ഓണർ ആരാണെന്നും എത്രാമത്തെ RC ഓണറാണ് നമ്മളെന്നും അങ്ങനെയുള്ള സകല ഡീറ്റെയിലും നമുക്ക് കിട്ടും. വണ്ടി അതാ ഇവനെ ഓടിക്കാൻ പറ്റാത്തോണ്ട് വണ്ടി ലോറി കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്റെയൊക്കെ വണ്ടിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ 8449 ആണ് എന്റെ വണ്ടിയുടെ നമ്പർ. അപ്പൊ ജസ്റ്റ് ഒന്ന് RTOന്റെ സൈറ്റിൽ കയറിയാല് ആരാണ് ഇതിന്റെ ഓണർ എന്നും എത്രാമത്തെ RC ആണ് ഇതെന്നും
ഡെലിവറി എന്നാണ് സകല ഡീറ്റെയിലും കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു വണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഇന്റേതാണെന്ന് പറയുന്ന സംഭവം നടക്കൂല എന്നുള്ളത് പറഞ്ഞതാണ്. ഏതായാലും ഇനിയൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തുമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ് മാൾ എനിക്കിവിടെ കമ്മല് വാങ്ങാൻ പോണ്ടായിയോ, ഓലൊക്കെ അടിച്ചു പോയിണ്ടാവും. എനിക്കിത് ഗോൾഡിന്റെ കമ്മല് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഓനെക്കാട്ടും വലിയ കുരിശ് വേറെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബൈ ബൈ ഗൈസ്. ഓക്കെ, ടാറ്റാ.